ആരാ കാര്യം പറ. ഡാൻസ് പഠിക്കാൻ വന്നവള. അടികൊണ്ട് മാഷെന്ന് ചുരുളും അളിയാ. എങ്ങനെ ചെബക്കന്നെ മടിക്കുന്ന പൊളിക്കും ഇവള്. വേണ്ട, ഞാനിവിടെ ഇരിക്കാം, നിങ്ങൾ കളി തുടങ്ങി. ആകപ്പാട് 8 മിനിറ്റ് ഉള്ളേ മാഷ. അതുകൊണ്ടാ ചോദിച്ചത് നീ ആരാ. ഞാൻ ഉമ മഹേശ്വരി. എന്നെ വീട്ടിലെ സ്നേഹത്തോടെ എല്ലാവരും ശ്രാവണ സുന്ദരി എന്ന് വിളിക്കും. വീട്ടിലെല്ലാരും ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ? അതെന്താ മാസ്റ്റർ അങ്ങനെ പറഞ്ഞത്? ശ്രാവണ സുന്ദരി തുടർച്ചയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാക്കു ഊരിക എല്ലാരും ചത്തു. അതുകൊണ്ട് ചോദിച്ചത്. ആ സുന്ദരി വന്ന കാര്യം പറ. സുന്ദരി അല്ല, ശ്രാവണ സുന്ദരി. എന്റെ പൊന്നുമോളെ, ഞാൻ കല്യാണം കഴിച്ച് 3 പിള്ളേരും ഉള്ളത്. ഈ ശ്രാവണ സുന്ദരി എന്ന് പറഞ്ഞ നാക്കു ഊരിക്ക് ചാകാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. നീ വന്ന കാര്യം പറ കൊച്ചെ. അവിടുന്ന് മാസ്റ്റർ, ഞങ്ങൾ ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് നേടാൻ വേണ്ടിട്ട് 22,000 പേരെ അണിനിർത്തി ഞങ്ങളൊരു കുച്ചിപ്പടി മാമാങ്കം നടത്താൻ പോകുന്നു. അടിപൊളി. മാഷേ, നേരത്തെ പറഞ്ഞ പാട്ടിന് മാത്രമല്ല സ്റ്റെപ്പ് ഉള്ളത്, ഡയലോഗിന് സ്റ്റെപ്പ് ഉണ്ട്. കണ്ടാ ഇപ്പഴാ മനസ്സിലായത്. സത്യത്തിൽ ഈ സംഭവം ഉണ്ടല്ലോ, കഴിഞ്ഞ വർഷം ഞാൻ നടത്താനിരുന്നതല്ലേ. പിന്നെ മാഷത്ത് നടത്താത്തത്. എന്റെ പൊന്നടാവ, ഈ 22,000 പേർക്കുള്ള പാത്രം ഞാൻ എവിടെ ചെന്ന് ഒപ്പിക്കാനാ? ഓ മാസ്റ്റർ, സോ സാഡ്. മാസ്റ്റർ, 22,000 പേര് നമ്മൾ വിളിച്ചു വരുത്തുമ്പോ അവരെ ഓരോരുത്തരുടെ കയ്യിൽ ഓരോ പാത്രം കൊണ്ടുവരാൻ പറഞ്ഞാ പോരെ? അയ്യോ, എന്റെ ഗിന്നസ് ബുക്ക് റെക്കോർഡ് പോയേ. എന്നാലും കുഴപ്പമൊന്നുമില്ല. അടുത്ത വർഷം ഞാൻ വേറൊരു സാധനം പ്ലാൻ ചെയ്യുന്നുണ്ട്. വലിയ രണ്ടാമിനകത്ത് 3,000 പേരെ ഡാൻസ് കളിപ്പിച്ച് ഗിന്നസ് ബുക്ക് റെക്കോർഡ് എടുക്കാൻ ഞാൻ. ഈ കളി കാണാൻ വേണ്ടി ഒരുപാട് സെലിബ്രിറ്റീസുകൾ അവിടെ വരും. അവരിരിക്കുന്ന സ്റ്റേജ് ഉണ്ടല്ലോ, നല്ല പൊക്കത്തിലായിരിക്കും. അപ്പൊ അവരിയ്ക്കുമ്പോ അതിന്റെ വിളുമ്പൊക്കെ അറിയാൻ വേണ്ടിട്ട് ഒരു റിബണെങ്കിലും അത്യാവശ്യം ഒന്ന് കെട്ടി തിരിച്ചിരിക്കണം. അത് ചെയ്യാം. പോരാഞ്ഞിട്ട് അബദ്ധവശാൽ ഇവരെങ്ങാനും തട്ടിത്തടഞ്ഞ് താഴെ വീണാൽ അപകടം പറ്റാതിരിക്കാൻ വേണ്ടി ഓരോ സേഫ്റ്റി ബെഡും കൂടെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കണം. ബെൽറ്റ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് സേഫ്റ്റി ബെഡ് ഇടുന്നത്? ബെൽറ്റിനൊക്കെ ഗ്യാരണ്ടി ഇല്ലല്ലോ. അപ്പൊ ചിലപ്പം പൊട്ടിപ്പോയാലും താഴെ വീണ് അപകടം ഉണ്ടാവരുതല്ലോ. അത്രയും സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിന്നസ് ബുക്കിൽ കേറി പറ്റാം. അപ്പൊ ഇത്രയൊക്കെ സെറ്റപ്പ് വേണമായിരുന്നല്ലേ? ഈ സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിലോ? ഇതൊന്നും ഇല്ലെങ്കിൽ കേസായി വഴക്കായി പിന്നെ നിങ്ങളൊരു 3-4 പേര് എങ്ങനെ പോലെ അങ്ങ് അകത്താവും. പോരാഞ്ഞിട്ട് പാത്രത്തിന്റെ കണക്ക്, വസ്ത്രത്തിന്റെ കണക്ക് എല്ലാം കൂടെ ചേർന്ന് കോടികളുടെ ഒരു തട്ടിപ്പിന്റെ കേസും കൂടെ വരും.